വാർത്തകളിലേക്ക് സ്വാഗതം. വന്യമൃഗശല്യം തടയാൻ നവീകരിച്ച ഉപകരണം പെരുവണ്ണാമൊഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സമർപ്പിച്ചു. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ ഏറ്റുവാങ്ങി. വന്യജീവികളിൽ നിന്ന് കർഷകർക്ക് രക്ഷ നേടാൻ പുതിയ ഉൽപ്പന്നം കണ്ടെത്തി ജോൺസൺ പെരുവണ്ണാമൂഴി. മലയോര മേഖലയിലും ഇടനാടുകളിലും ഇപ്പോൾ വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നത് കാരണം കർഷകർ വൻ ദുരിതത്തിലാണ്. തന്റെ കൃഷിയിടത്തിൽ നട്ടുവളർത്തുന്ന ചേമ്പ്, ചേന, മരച്ചീനി തുടങ്ങിയ ഇടവിളകളും വാഴയും തെങ്ങും കവുങ്ങും ആന, പന്നി, കുരങ്ങ് ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കാടിറങ്ങിയെത്തി നശിപ്പിക്കുന്നതിൽ കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇതിന് കർഷകർ കെട്ടുന്ന വേലികൾ പോലും തകർത്താണ് കൃഷി നശിപ്പിക്കുന്നത്. ഇത്തരം കാട്ടുജീവികളുടെ വിളയാട്ടത്തിന് തടയിടാൻ പുതിയ ഉപകരണം തന്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ് എംടെക് സ്ഥാപനത്തിന്റെ ഉടമ ഡോക്ടർ എം.എ. ജോൺസൺ. ഇപ്പോൾ ഒരു വൻ പ്രതിസന്ധിയാണ് ഈ കൃഷി നശിപ്പിക്കുക എന്നുള്ള വന്യമൃഗങ്ങളുടെ ശല്യം, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം. ജീവികളെയൊക്കെ പ്രതിരോധിക്കാൻ ഇന്ന് നിലവിലൊരു സംവിധാനവും കർഷകർക്ക് ഇല്ല. അതിനുവേണ്ടി ഞാൻ ശരിക്ക് 2004 ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതായത് വെളിച്ചവും ശബ്ദവും ഓട്ടോമാറ്റിക്കായിട്ട് ഇടപെട്ടുണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കാട്ടുജീവികൾ അതിൽ നിന്ന് നടന്നു പോകുന്ന ഒരു റിസൾട്ട് എനിക്ക് അന്ന് കിട്ടിയതാണ്. അത്യാധുനിക ടെക്നോളജിയിലുള്ള ഇന്നത്തെ കാലത്തിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ശബ്ദവും വെളിച്ചവും അതോടൊപ്പം ലേസർ സംവിധാനവും എല്ലാം ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ടൈം സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. KVK പെരുവണ്ണാമൂഴിയുടെ ആവശ്യപ്രകാരം പുതിയ ടെക്നോളജി ഉൾപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടുത്തിയാണ് ഒരു ഫുൾ ഓട്ടോമാറ്റിക് മൾട്ടി ഫംഗ്ഷൻ ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്കൽ പ്രൊട്ടക്ടറാണിത്. വൈകിട്ട് ഓട്ടോമാറ്റിക്കായി ഓണായി രാവിലെ ഓഫ് ആകുകയും ഓരോ 10 മിനിറ്റ് നേരം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായി ഓണായി 20 സെക്കൻഡ് ലൈറ്റ് റൗണ്ടിൽ വർക്ക് ചെയ്ത് ഓഫ് ആകുന്നു. അതോടൊപ്പം 100 മീറ്റർ ലേസർ കൺട്രോൾ ശബ്ദമുയർത്തുന്നു. പെരുവണ്ണാമൂഴി എംടെക് ഇൻഡസ്ട്രീസിൽ നടന്ന ചടങ്ങിൽ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ, പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ പി രാധാകൃഷ്ണന് സ്കേഡ്ജ് കൈമാറിയതായി ഈ ഉപകരണം കർഷകർക്ക് ആശ്വാസമാവുമെന്നും ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. 100% സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ വച്ചിട്ടുള്ളത് ഈ ലൈറ്റ്, നീല കളർ ലൈറ്റ് പ്ലസ് അതിന് മുകളിലുള്ളത് സെൻസർ അടക്കമുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ അതിന് മുകളിലും ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കറങ്ങി കളിക്കുന്നതാണ്. അപ്പോൾ അത് ചുറ്റിലും അതിനുடைய ഇടപെടൽ ഉണ്ടാകും. അത് മിന്നിട്ടും പോകുന്നുണ്ട്. അപ്പോൾ ആ സൗണ്ട് നമ്മൾ പല സൗണ്ടുകളിൽ അതിനുடைய ഇത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പിൽ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഗ്യാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് സമയത്തിൽ മാത്രം വർക്കാകக்கூடிய ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇതിൽ സോളാർ പാനലുണ്ട്, അതിനുള്ള ബാറ്ററി ഉണ്ട്, സെൻസാർ അടക്കമുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൃഷിഭൂമിയിൽ വയ്ക്കുമെങ്കിൽ അതിനുള്ള എൻട്രി പോയിൻ്റ്, വൈൽഡ് ആനിമലിനുള്ള എൻട്രി പോയിൻ്റ് നമ്മൾ നിർത്താൻ പറ്റും. ഏകദേശം ഇതിനുடைய വേലാപ്പള്ളി പറയുന്നത് 7000 രൂപയാണ് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഇവിടെ ഫീൽഡുകളിൽ വച്ച് അതിനുடைய പ്രദർശനങ്ങൾ ചെയ്ത് ഇത് വാസ്തവത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സ്റ്റഡി ചെയ്യും. ഇന്ന് ചക്കിട്ടപ്പാറ പ്രസിഡൻറ്റും പറഞ്ഞ് ഈ സംഭവം കർഷകർക്ക് സബ്സിഡി രീതിയിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ അവരുടെ ഗ്രാമസഭകൾ വെച്ച് അംഗീകാരം കിട്ടിയ ശേഷം 50% സബ്സിഡിയോട് ഒപ്പം കർഷകർക്ക് കൊടുക്കാനുള്ള സംവിധാനം കൂടി ചെയ്യാൻ പോകുന്നതാണ് പുള്ളി പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.